മമത ആ പേര് ഒരു ഇരുട്ടടി പോലെയാണ് ബി.ജെ.പിക്ക് അനുഭവപ്പെടുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ മമതയുടെ മണ്ണിൽ നിന്നുയരുന്ന പ്രതിഷേധാഗ്നി ഭരണകൂടത്തിന്റെ കാൽച്ചുവട്ടിലെ എരിയുന്ന കനലായി മാറിയിരിക്കുകയാണ്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ മമതയെ അവരുടെ മാളത്തിൽ ചെന്ന് നേരിടാനൊരുങ്ങിയിരിക്കുന്നു ബി.ജെ.പി. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം. ലണ്ടനിൽ നിന്നുള്ള ഗാർഡിയൻ പത്രമാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഇന്ത്യയിലെ സമരത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അസാധാരണമായ ഇന്ത്യയിലെ ഈ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ സർക്കാർ ചെറുതായൊന്നുമല്ല വിയർക്കുന്നത്. ILP അഥവാ ഇന്നർ ലൈൻ പെർമിറ്റോടെ സമരത്തെ തണുപ്പിക്കാമെന്ന് സർക്കാർ കരുതി. എന്നാൽ പ്രതിഷേധം അസം കടന്ന് ഡൽഹിയിലടക്കം രാജ്യവ്യാപകമായത് ഭരണകൂടത്തെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പൗരത്വ പട്ടിക ഉടൻ നടപ്പാക്കില്ലെന്ന് ഒടുവിൽ സർക്കാർ തുറന്നു പറഞ്ഞിട്ട് പോലും ഇന്ത്യൻ തെരുവുകൾ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. പ്രതിഷേധാഗ്നി പടരുന്ന ഇന്ത്യൻ തെരുവുകളിൽ ഒരു പക്ഷേ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പടുകൂറ്റൻ റാലി തന്നെയായിരുന്നു. ജാമിയ വിദ്യാർത്ഥികളുടെ സമരാവേശത്തിന്റെ വാർത്തകൾക്ക് തൊട്ടുപിന്നാലെ ഇന്ത്യയിൽ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിലെ പ്രക്ഷോഭം മാത്രമല്ല, മമത എന്ന 3 അക്ഷരം ചെറുതായൊന്നുമല്ല സർക്കാരിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റേതു രാഷ്ട്രീയ പ്രതിരോധങ്ങളെക്കാൾ വലുതായിരുന്നു സർക്കാരിന് മമതയുടെ മാത്രം വെല്ലുവിളി. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുമെന്ന സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിലായിരുന്നു മമത കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചിരുന്നത്. അത്രമേൽ ധൈര്യമുണ്ടെങ്കിൽ എന്റെ സർക്കാരിനെ പിരിച്ചുവിടൂ, നിയമം ബംഗാളിൽ വേരുറക്കാൻ അനുവദിക്കില്ലെന്ന മമതയുടെ വെല്ലുവിളി ഇന്ത്യൻ രാഷ്ട്രീയം ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി തന്നെയായിരുന്നു വിലയിരുത്തിയിരുന്നത്. എന്നാൽ മമതയ്ക്ക് ഒരു മറുപടി, അതൊരു അഭിമാന പ്രശ്നമായി ബി.ജെ.പി. കാണുന്നു. പൗരത്വ ഭേദഗതി ബില്ലിൽ മമതയെ അവരുടെ മാളത്തിൽ ചെന്ന് നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. പൗരത്വ ഭേദഗതിക്കെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്ന ബംഗാളിൽ ബി.ജെ.പി. വർക്കിംഗ് പ്രസിഡന്റ് JP നഡ്ഡയുടെ നേതൃത്വത്തിൽ വരുന്ന 23-ാം തീയതി പടുകൂറ്റൻ മാർച്ച് നടക്കുന്നു. നിയമം നടപ്പിലാക്കിയ മോദി ഗവൺമെന്റിന് നന്ദി പറയാനാണ് മാർച്ച് എന്നാണ് ബി.ജെ.പി. അവകാശപ്പെടുന്നത്. ബംഗാൾ പൂർണ്ണമായും പൗരത്വ ഭേദഗതിക്കെതിരാണെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാദത്തെ നേരിടാനാണ് ഇത്. 50,000-ഓളം പ്രവർത്തകർ പങ്കെടുക്കും. ധർമ്മതലയിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് സ്വാമി വിവേകാനന്ദന്റെ വീടിനടുത്ത് സമാപിക്കും. ദിവസങ്ങൾക്ക് മുന്നെയായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമത 10,000-ങ്ങളെ അണിനിരത്തി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയിരുന്നത്. അത് ഇന്ത്യയിലെ മോദി ഭരണകൂടത്തിന്റെ കണ്ണ് തുറപ്പിച്ചിരുന്നു. റെഡ് റോഡിലെ അംബേദ്കർ പ്രതിമയിൽ നിന്നും പുഷ്പാർച്ചന നടത്തി മമത തെരുവിലിറങ്ങിയപ്പോൾ അത് ഡൽഹിയിലെ സിംഹാസനങ്ങളെ പോലും ഇളക്കും വിധമായിരുന്നു. ധർമ്മതലയിൽ നിന്നും ആരംഭിച്ച സ്വാമി വിവേകാനന്ദന്റെ വീടിനടുത്തേക്ക് 50,000-ഓളം പേരെ അണിനിരത്തി മമതയ്ക്ക് ഒരു മറുപടിക്കായി ബി.ജെ.പി. മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെയൊന്നും ഇത് അവസാനിക്കുന്നില്ല. വാർത്ത പുറത്തും വരും മുന്നേ മമത രംഗത്ത് വന്നു. നിങ്ങൾ 50,000-ഓളം പ്രവർത്തകരെ കൊണ്ടുവന്നോളൂ, അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാനാവില്ല. നിങ്ങളുടെ മാർച്ച് അവസാനിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ വീടിനടുത്തേക്ക് നിങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ മാർച്ച് അവസാനിച്ച തൊട്ടടുത്ത ദിവസത്തെ പുലരിയിൽ തന്നെ ഞാൻ നൽകിയിരിക്കും. പശ്ചിമബംഗാൾ എന്നല്ല, ഇന്ത്യ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പടുക്കൂറ്റൻ റാലിയോടെ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകിയിരിക്കും എന്ന് മമത ബി.ജെ.പിയുടെ മുഖത്തു നോക്കി വ്യക്തമാക്കിയിരിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ തീരുമാനങ്ങളും നിയമങ്ങളും സർക്കാരിൽ നിന്നുണ്ടായാൽ അതനുസരിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരല്ലെന്ന് പറഞ്ഞായിരുന്നു മമത പൗരത്വ ഭേദഗതി നിയമത്തെ തന്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. തുടർന്ന് ബി.ജെ.പിയുടെ എല്ലാ ഭീഷണികളും തള്ളിക്കൊണ്ടായിരുന്നു മമത ബംഗാളിൽ മഹാറാലിയുമായി രംഗത്തു വന്നിരുന്നത്. അതേസമയം രാജ്യത്തെ പ്രതിഷേധങ്ങൾ ഓരോ കോണുകളിലേക്കും സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ച് പടർന്നു പിടിക്കുമ്പോൾ ജനങ്ങളെ തണുപ്പിക്കാൻ പുതിയ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വീണ്ടും രംഗത്തു വന്നിരിക്കുകയാണ്. NRC ഉടൻ നടപ്പിലാക്കില്ലെന്നായിരുന്നു നേരത്തെ സമരത്തെ തണുപ്പിക്കാൻ സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേയുള്ള രേഖകൾ കൊണ്ട് ജനങ്ങൾ അലയേണ്ടി വരില്ലെന്നും ആരും പരിഭ്രമിക്കേണ്ടതില്ലെന്നുമാണ് പുതിയ വിശദീകരണം.
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുതിയ വിശദീകരണവുമായി രംഗത്തു വന്നിരിക്കുന്നത്. ജനന തീയതിയോ ജനിച്ച സ്ഥലമോ തെളിയിക്കാനായി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. രേഖകൾ ഇല്ലാത്തവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും മന്ത്രാലയം ട്വിറ്ററിൽ വിശദമാക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനുള്ള സർക്കാർ നീക്കം മാത്രമാണ്. ഏതു സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മോദിയുടെ സോഷ്യൽ മീഡിയ ഓപ്പറേഷൻ ആദ്യമായി പരാജയപ്പെട്ടെന്നാണ് ലണ്ടനിൽ നിന്നുള്ള ഗാർഡിയൻ പത്രം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഡൽഹിയിലെ സിംഹാസനങ്ങൾ ഇളകിയിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വിമർശകരെ വരേണ്യ വിഭാഗക്കാരായ ലിബറലുകൾ എന്ന് വിളിച്ച് അപഹസിക്കാറാണ് മോദിയുടെ പതിവ് രീതി. ഈ സമീപനം പ്രക്ഷോഭത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ അവജ്ഞയോടെ തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനിടയിലാണ് BJP നഡ്ഡയുടെ നേതൃത്വത്തിൽ നിയമം നടപ്പിലാക്കിയ മോദി ഗവൺമെന്റിന് നന്ദി വിളിച്ചു പറഞ്ഞുകൊണ്ട് 50,000-ഓളം പേരെ അണിനിരത്തി മമതയുടെ തട്ടകത്തിൽ മമതയ്ക്ക് മറുപടി നൽകാനായി പടുകൂറ്റൻ റാലി നടത്തുന്നത്. 50,000-ഓളം അല്ല, തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ മാർച്ച് അവസാനിക്കും മുന്നേ തന്നെ നിങ്ങൾക്ക് മറുപടിയുമായി ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടാവുമെന്ന മമതയുടെ പ്രഖ്യാപനം ഒരു ഇരുട്ടടി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്. Waytonikah.com, the exclusive Muslim matrimonial site.